ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലെ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ വിശുദ്ധ വസ്തുക്കളുണ്ട്. അതിൽ രാജ്യം വിട്ടു പോകുന്നവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് അവരിന് വിദൂരത്തുള്ളവർ, കൃപാസനത്തിൽ നിന്ന് വിദൂരത്തുള്ളവരും ആശ്രയിക്കുന്നതാണ് ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പും അവന് ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉടമ്പടി കാശുരൂപവും. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മരിയൻ സാന്നിധ്യത്തിൻ്റെ ഉടമ്പടി ഏറ്റവും വലിയ വാഗ്ദാനമാണ്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും, അതുപോലെ തന്നെ നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അതുകൊണ്ട് തന്നെ പല മനുഷ്യരും ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ ശരിക്കും മനസ്സുകൊണ്ട് ആദ്യം ഉറപ്പ് വരുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് ഫിസിക്കൽ കവനൻറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഫിസിക്കൽ കവനൻറ്റിനെ കുറിച്ച് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ശരിക്കും സൂസൻ്റെ സാക്ഷ്യമാണ്. തിരുവല്ലയിലെ സൂസൻ്റെ സാക്ഷ്യം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ സൂസൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു തകിടം പറഞ്ഞൊരവസ്ഥയിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന സമയത്ത് നമുക്കൊരു മാതാവിനോടൊരു വിദൂര ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ അവർ പറയാതെ തന്നെ ഒരു കൃപാസനത്തിൻ്റെ കാശുരൂപം കൊണ്ടുവന്ന് സൂസന് കൊടുക്കും. അപ്പോൾ സൂസൻ ആ കാലങ്ങളിലെല്ലാം കൃപാസനത്തിൽ പോകണം, എൻ്റെ ഈ അവസ്ഥയിൽ മാതാവിൻ്റെ അടുത്ത് എൻ്റെ അവസ്ഥ പറയണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇത് കിട്ടണത്. അപ്പോൾ ഒരു കോയിൻസിഡൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ എന്നാൽ ഇവരൊരു ഫിസിക്കലായിട്ടൊരു കാര്യം ചെയ്യും. അപ്പോൾ ഞാനത് ഫിസിക്കലായിട്ട് ചോദിക്കുന്നത് എന്താണ്, ഇവർ വീടെല്ലാം അടിച്ചു വാരും, വൃത്തിയാക്കും, ഭംഗിയാക്കും, ചിട്ട വെക്കും, അലങ്കോലപ്പെട്ട് കിടന്ന സംഭവങ്ങളെല്ലാം വീടും പുസ്തകങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് പ്രോപ്പർ പ്ലേസിൽ വെക്കും. അവർ തന്നെ കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് അവർ പ്രവർത്തികൾ ചെയ്ത് അവർ തന്നെ ഒരുക്കും. ഇതിനെ ഫിസിക്കൽ കവനൻ്റ് എന്ന് പറയണത്. ഫിസിക്കൽ കവനൻ്റ് എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു, ഞാൻ ഓസ്കി എക്സാം എഴുതാൻ പോവുകയാണ്. ഓസ്കി എന്ന് പറയുന്നത് നമ്മളിവിടെ OIT എഴുതിയാലും പിന്നെ പോയി ആ രാജ്യങ്ങളിൽ പിന്നെ അവരുടേതായ പരീക്ഷ എഴുതണം. അപ്പോൾ ആ ഓസ്കി എക്സാം ഞാൻ ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്യണത്. ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പില്ല. അപ്പോൾ എനിക്കറിയാം അമ്മ കൂടെ വരികയാണെങ്കിൽ എനിക്ക് കിട്ടും. അതാണ് അവർ പറയുന്നത്, അമ്മ കൂടെ വരികയാണെങ്കിൽ. ഇപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം ഇങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അമ്മ പലരുടെയും കൂടെ പോകുന്നുണ്ട്, പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് വേണ്ടി വാദിക്കുകയും പറ്റുന്ന എല്ലാ സഹായവും ഇവരുടെ കഴിവുകേടിലെല്ലാം അമ്മ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂസൻ അമ്മയോട് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഓസ്കിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് സൂസൻ പറയും, അമ്മ കൂടെ വരേണ്ടി വരും. കാര്യം എനിക്കിതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണില്ല. കാര്യം നല്ല കോമ്പറ്റീഷനാണ്, അവർക്ക് എത്ര സീറ്റ് വേണമെന്നോ എന്തുമാത്രം ആൾക്കാർ പരീക്ഷ എഴുതുന്നുണ്ടെന്നോ ഞാൻ ജയിക്കുമെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അമ്മ കൂടെ വന്നാൽ എനിക്ക് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം അമ്മ കൂടെ വരുന്നു എന്നുള്ളതിന് എനിക്കൊരു ഐഡിയ, ആശയം, അതിനൊരു തെളിവ് തരണം. ഇപ്പോൾ ആൾക്കാരൊക്കെ തെളിവ് ചോദിക്കുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയണത്, തെളിവ് ആർക്കും തരും. നിങ്ങളൊന്ന് നോക്കിയ തെളിവ് മേടിക്കാൻ പറ്റിയ ഒരാളായിട്ടൊന്ന് മാറിയാൽ മതി. അതുകൊണ്ട് നിങ്ങളുടെ ഞാൻ കാർക്കശ്യം കാണിക്കേണ്ട കാര്യം അതാണ്. നമ്മളെ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലും മറ്റു ധ്യാനങ്ങളിലും പാപത്തെക്കുറിച്ച് പറയുന്ന ഒരു ലക്ഷ്യം അല്ല ഉടമ്പടി ധ്യാനത്തിൽ പാപത്തെക്കുറിച്ച് പറയണത്. മിക്കവാറും ഞാൻ പാപത്തെക്കുറിച്ച് പറയാറില്ല. ഞാൻ പറയണത് എപ്പോഴും ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയണത്. അങ്ങനെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഈഗോയെ ഹർട്ട് ചെയ്യുന്ന കുറേ ഹോംവർക്കുകൾ ഉടമ്പടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈഗോയെ ഹർട്ട് ചെയ്താലും കുഴപ്പമില്ല, അവർ ആ വർക്ക് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയണത് ഈ മാംസത്തിൻ്റെ മേലെ അത് വർക്ക് ചെയ്യും.
കാര്യം മാംസത്തിനുള്ള കുഴപ്പം എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിനത്തിൽ കണ്ടത്, ദുരാശ ഉണ്ടാക്കുക. അപ്പോൾ ദുരാശയെ അതിജീവിക്കാനുള്ള മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിഹാര പ്രവർത്തനങ്ങളാണ്. അപ്പം നേരത്തെ നമ്മൾ കണ്ട സഹോദരി ചെയ്തുകൊണ്ടിരുന്നത്, അവർ തണുപ്പത്ത് പോയി ഓരോ 5 കിലോമീറ്ററും 2 കിലോമീറ്ററൊക്കെ നടന്ന് ഓരോരുത്തരെ കണ്ട് ഈ തണുപ്പത്ത് ഈ പത്രം കൊടുക്കും, അവർ പറഞ്ഞു കൊടുക്കും. അപ്പം 150 പത്രം കൊടുക്കണമെങ്കിൽ 3 മാസം വേണ്ടി വന്നു. പക്ഷെ അവരാ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ കർത്താവിൻ്റെ ഉപരി മഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ട്, അവിടെ ജോലിക്ക് വേണ്ടിയല്ലേ കാഴ്ചവെക്കേണ്ടത്, അതാണ് പ്രശ്നം. കാഴ്ചവെപ്പിൻ്റെ അകത്ത് വിഷയം ഇൻറ്റൻഷനിൽ പ്രശ്നമുണ്ട്. നിങ്ങൾ പലരും ഇങ്ങനെ ചെയ്യണം, നിങ്ങൾക്ക് വിസ പ്രോസസ് തുക ഒത്തുവരാനും PR സാങ്ഷനാകാനും സ്ഥലം വിറ്റ് മാറാനും കല്യാണം നടക്കാനും വേണ്ടിയാണ് ഈ കഷ്ടപ്പെട്ട് പത്രം കൊടുക്കുന്നത്. അത് അവിടുന്ന് മാറ്റണം, അതല്ല വിഷയം. മറിച്ച് അത് നമ്മളുടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ പ്രതി ദൈവ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലിയാണെന്ന് ദൈവത്തിന് മനസ്സിലാകണം. അപ്പം നമ്മൾ ഡിവോർഡായി നമ്മൾ ഫാക്റ്റ് ആയിട്ട് പറയണം, കർത്താവേ, എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പത്രം തരണത്, പത്രം നിന്നെ അറിയിക്കാൻ വേണ്ടിയും നിന്നെ അറിയാത്തവരറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കൊണ്ടുമാണ് ഞാനിത് ചെയ്യണത്. അതിന് വേണ്ടി ഇത് കഷ്ടപ്പാട് വരുമ്പോൾ ആ കഷ്ടപ്പെട്ടുകൊണ്ട് അവരത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞ പോലെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. കോൺഫിഡൻസ് മാത്രമല്ല ഉണ്ടാകുന്നത്, നമ്മുടെ മാംസത്തിൻ്റെ ദുരാശയുടെ മേലെ ഒരു പരിഹാരക്രിയ കൂടിയാണത്. ഒരു പരിഹാരക്രിയയാണ് നമ്മൾ ചെയ്യണത്. പരിഹാരക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യമുണ്ട്, ജീന എന്ന് പറയും. സ്തുതിക്കട്ടെ മക്കളെ, യേശു സ്വന്തം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ജീന എന്ന് പറയുന്ന ഒരു കൊച്ചു പെങ്കൊച്ചാണ്, ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ജീനയ്ക്ക് ഇങ്ങനെ ഇതൊന്നും ചെയ്ത് പരിചയമില്ല. അപ്പോൾ ജീനയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് ആ പ്രായക്കാർക്കറിയാമല്ലോ, ഒരു 18, 20, 22 വയസ്സുകാർ ഈ പത്രം കൊടുക്കത്തില്ല. അവർ ന്യൂട്രലായിട്ട് ആരെങ്കിലും കൊണ്ട് കൊടുപ്പിക്കാൻ നോക്കും, അമ്മയെ കൊണ്ടൊക്കെ. ഒരു ഫലമില്ല, അഹങ്കാരം കൊണ്ടാണ് ചെയ്യണത്. ഇപ്പോൾ ജീന എന്നാലും ശരി, എൻ്റെ ഒരു പ്രാർത്ഥനയുള്ള കാർക്കശ്യം കാരണം അവൾ തന്നെ കൊണ്ടേ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളിങ്ങനെ ചന്തയിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ പത്രം കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു ചേട്ടൻ അവളെ കണ്ട്. അപ്പോൾ ചേട്ടൻ അവളെ കണ്ട് ചോദിക്കും, എൻ്റെ കൊച്ചുമകളെ, നിനക്ക് ഈ പ്രായത്തിൽ തന്നെ ഉടമ്പടിക്കേണ്ട ഗതികേടായ ചേട്ടൻ ചോദിച്ചാൽ അവർക്ക് ഭയങ്കര ഷോക്കായി. അരെ അവളോട് ചോദിക്കണത്, ചേട്ടൻ എന്താ ചോദിക്കണത്, ഈ കൊച്ചു പ്രായത്തിൽ നിനക്ക് ഉടമ്പടി എടുക്കേണ്ട ഗതികേടായല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തോ വലിയ ആപത്ത് ചെയ്ത പോലെയാണ് ചേട്ടൻ പറയണത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ പത്രം കൊടുക്കാൻ തോന്നിയില്ല അവർക്ക്, ആൾക്കാരിങ്ങനെ കളിയാക്കുമല്ല ആക്ഷേപിക്കുമെന്നല്ല. പക്ഷെ അപ്പോൾ എന്ത് ചെയ്തു, മാതാവ് നമ്മളെ സഹായിക്കും, അതാണ് വിഷയം. മാതാവ് ഉടനെ ഇവൾ പിന്നെ മൊബൈൽ എടുക്കുമ്പോൾ ഒരു സാക്ഷ്യം കേൾക്കും, അവർ ചെയ്തെടുത്ത് സാക്ഷ്യം പറയുന്നതാണ്. അപ്പോൾ അവർ ഉടമ്പടി എടുത്ത് സാക്ഷ്യമെല്ലാം പറഞ്ഞ് അവർ നല്ല ഉടമ്പടി എടുത്ത് അവരുടെ എല്ലാ പ്രയാസങ്ങളും അതിജീവിച്ചപ്പോൾ അവരവസാനം ആ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞു നിർത്താൻ എന്താ അറിയാവോ, എനിക്ക് ഇത്തിരി നേരത്തെ ഉടമ്പടി എടുക്കേണ്ടതാണ് തോന്നിയെന്ന്. അതാണ് വിഷയം. അപ്പോൾ അത് ജീന അത് കേട്ടിട്ട് പറഞ്ഞു, ദൈവമേ, ഞാനിപ്പോൾ നേരത്തെയാണല്ലോ ഉടമ്പടി എടുത്തിരിക്കണത്. അതാണ് വിഷയം. അപ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടെങ്കിൽ മാതാവ് ആ സാക്ഷ്യം നമുക്ക് എടുത്തു തരും. മകളെ, അത് ആ വലിയപ്പൻ തോന്നിയ ദിവസം പറഞ്ഞതാണ്, നീ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നീ ഇത് കേൾക്ക്. അപ്പോൾ അടിച്ചു പൊളിച്ച് സാക്ഷ്യം പറയുകയാണ്. എന്നിട്ട് ആ ചെടുത്ത് പറയുകയാണ്, ഇത്തിരി നേരത്തെ ഉടമ്പടി എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയെന്ന് പറയും. അപ്പോൾ അവൾ പറയും, ശരിയല്ല, ഞാനിപ്പോൾ നേരത്തെ ആണല്ലോ, അപ്പോൾ കർത്താവ് എന്നെ നേരത്തെ വിളിച്ചല്ല ഉടമ്പടി എടുക്കാൻ. അതാണ് നമ്മൾ ഒരു 10 മിനിറ്റ് മുമ്പ്, 10 ദിവസം മുമ്പ് നമ്മൾ ഉടമ്പടി എടുത്താൽ അത്രയും നമ്മൾ ദൈവത്തിലേക്ക് വരും. കാര്യം ഇതിൻ്റെ അകത്തുള്ള വിഷയം വെച്ചാൽ ഒരു സാധനം എക്സ്ട്രാ ഇല്ല. എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ അല്ലാത്ത ഒന്നും ഇതിൻ്റെ അകത്തില്ല. എല്ലാ പ്രവർത്തനങ്ങളും ഒരു ആത്മാവിൻ്റെ വളർച്ച. ഇന്ന് വരെ എനിക്ക് സഭയിലൊക്കെ ജീവിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, ഈ ഒരു പ്രാർത്ഥനാ കൂട്ടം, അത് അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും, അച്ഛന്മാരുടെ കയ്യിലും പ്രാർത്ഥനാ പുസ്തകമുണ്ട്, കന്യാസ്ത്രീമാരുടെ കയ്യിലും കർണോസ്കാരമുണ്ട്. എല്ലാവരും ഈ വിഷയത്തിൽ പ്രാർത്ഥന ആണ് ദൈവവുമായിട്ട് കണ്ടുമുട്ടാനുള്ള ഏറ്റവും വലിയ വിഷയമെന്ന് കാണുകയാണ്.
ഇപ്പോൾ അങ്ങനെ വന്ന് മിഷൻ സെൻ്റർ എല്ലാം അടച്ചു വരും. ഇപ്പോൾ സ്കൂളെല്ലാം മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ സ്കൂളും അടക്കും, ഒരു സംശയമില്ല. കുറച്ച് കഴിയുമ്പോൾ കാര്യം ആതുരാലയങ്ങൾ തന്നെ ഇപ്പോൾ 5 സ്റ്റാറായിട്ട് റിലയൻസ് ഒക്കെ ഇപ്പോൾ ആതുരാലയം നടത്തണ. നമ്മൾ ചെയ്തിരുന്ന ജോലി, ദൈവത്തിന് വേണ്ടി ചെയ്തിരുന്ന ജോലി ഇപ്പോൾ പൈസയ്ക്ക് വേറെ സ്മാർട്ടായിട്ട് ആൾക്കാർ പഞ്ചനക്ഷത്ര സ്റ്റൈലിൽ ആതുരാലയം നടത്തുകയാണ്. അവിടെ ആൾക്കാർ അങ്ങനെ ജീവിക്കണേ. അപ്പോൾ ഇത് ഒരു ഷിഫ്റ്റിങ് വരുന്നുണ്ട്. പക്ഷെ നമ്മളെ ഏൽപ്പിച്ച ജോലിയല്ല നമ്മൾ ചെയ്യണത്. ഈ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണത് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളുമല്ല നമ്മൾ പഠിച്ചത്. അത് കാരണം സഭയ്ക്ക് കുറച്ച് പാപ്പരത്വമുണ്ട്. യൂറോപ്പ് ഇങ്ങനെ പതുക്കെ അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ഫ്രാൻസിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ലൂർദ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് ആ പള്ളിയിൽ ധ്യാനിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ലൂർദിൽ 5 ദിവസം താമസിക്കാൻ മാത്രമല്ല ധ്യാനിപ്പിക്കാനും പറ്റില്ല. ധ്യാനം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നെ വിളിച്ചുകൊണ്ട് പോയി, അച്ഛാ ഒരു കോൺവെൻറ്റ് വെഞ്ചരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി കോൺവെൻറ്റ് വെഞ്ചരിക്കാൻ പോയി. അപ്പോൾ ഞാൻ ദൈവം ഇതൊക്കെ ബിഷപ്പുമാർ ചെയ്യേണ്ട കാര്യമല്ലേ, ഞാൻ എന്താ ഇതൊക്കെ ചെയ്യണത്? അപ്പോൾ അത് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞില്ലേ. എന്നാലും സിസ്റ്ററെ വിളിച്ചപ്പോൾ ഞാൻ പോയി വെഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞ്, അച്ഛാ ഇത് വിൽക്കാൻ വേണ്ടി വെഞ്ചരിച്ചതാണെന്ന്. അപ്പോൾ എനിക്ക് ദൈവം ഉദകക്രിയ ചെയ്യാനാണ് എന്നെ വിളിച്ചതെന്ന്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അത് യാതൊരു ദുഃഖവും തോന്നിയില്ല. എന്താ കാര്യം വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, നമ്മൾ ചെയ്തില്ല. നമ്മൾ ചെയ്യാഞ്ഞതിൻ്റെ കാരണം എന്ത് പറ്റി? ആ സ്ഥലങ്ങളിൽ തന്നെ നമ്മളെ കർത്താവ് ഒഴിപ്പിച്ച് മാറ്റുകയാണ്. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും ക്രിസ്ത്യൻസ് കുറവാണ് യൂറോപ്പിൽ. നമ്മൾ ചെയ്തില്ല. മിഷൻ മറന്നു, കർത്താവിനെ അറിയാത്തവരെ അറിയിച്ചില്ല, അറിഞ്ഞവരെ ആഴപ്പെടുത്തിയില്ല. നമ്മൾ ദൈവമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര സെമിനാറുകളൊക്കെ നടത്തി, കടുത്ത ടാഗും തൂക്കി പയതും തൂക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കോടികളും മുടിച്ച്. നല്ല പ്രേക്ഷിതരുണ്ടായില്ല. പ്രേക്ഷിതവാദികളെല്ലാം അടച്ചുപൂട്ടി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അത് മാനവിക വിരുദ്ധ പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞ് ഒരു സന്യാസ ഗ്രൂപ്പ് അതിന് പ്രചരണം കൊടുത്ത് ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നുമില്ല. ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിന് പ്രയോജനമില്ലെങ്കിൽ പിന്നെ ദൈവം എന്തിനായി സാധ്യത വെച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം അടച്ചുപൂട്ടാൻ പറഞ്ഞു. അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിലും സ്കോട്ട്ലൻഡൊക്കെ ധ്യാനിപ്പിക്കുകയും അപ്പോൾ ഞാൻ പോകുമ്പോഴെല്ലാം അവിടെ മുട്ടുനിന്ന് നിന്ന് പ്രാർത്ഥിക്കും. കാശുരൂപ ആ മണ്ണി കുഴിച്ചിടും മാതാവിൻ്റെ. എന്താ കാര്യം? ഇന്നല്ലെങ്കിൽ നാളെ ഇത് കിളിർത്ത് വരും, ഒരു സംശയമില്ല. കാര്യം കിളിർത്ത് വരണമല്ല പ്രശ്നം. കർത്താവിൻ്റെ വിശുദ്ധ ചോരയോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ഒരു രക്തസാക്ഷിത്വമായിട്ടുള്ള ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് സത്യസന്ധതയുള്ള ദൈവവിളികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം ഇതിനെ തിരിച്ചു വരും. ഇതെല്ലാം ചെയ്യണത് ആരാണ്? നമ്മളല്ലല്ല ചെയ്യണത്. നമ്മൾ അയക്കപ്പെടുക മാത്രമല്ല ചെയ്യാനുള്ളത്. ചെയ്യണത് ആരാണ്? ദൈവമാണ് ചെയ്യണത്. ഇപ്പോൾ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇപ്പോൾ ഇത് അണ്ടേ കൊണ്ടെയാണ് മരുന്ന് വളം വെച്ചിട്ട് കുറേ ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കണമല്ല പ്രശ്നം. ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ദൈവം സൃഷ്ടിക്കാൻ വേണ്ടി വിശ്വാസമുള്ള എല്ലാവരോടും, ഞാൻ പോകുന്ന എല്ലാ രാജ്യങ്ങളോടിലും ഞാൻ പോകുന്ന അവരോട് പറയും, നിങ്ങളെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം ഇതൊരു മിഷൻ എക്സ്പെഡിഷനാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയും അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് അതാണ് ചെയ്യണത്. ദൈവത്തിന് എഴുതിത്തള്ളാൻ പറ്റാത്ത വ്യക്തികളായിട്ട് നിങ്ങളെ ഉടമ്പടി ഒരു കൊല്ലം നിങ്ങൾ ഉടമ്പടിയിൽ പോകുമ്പോൾ ഞാൻ ശാസിച്ചും വഴക്കിട്ടും കർക്കശമാക്കിയും ഞാൻ ഉടമ്പടി ടൈറ്റാക്കി ചെയ്യാൻ പറ്റുന്നവൻ ആത്മാർത്ഥം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാക്കിയിട്ട് ഞാൻ എന്താ ചെയ്യണത്? ദൈവത്തിന് നിങ്ങളെ എഴുതിത്തള്ളാൻ പറ്റിയ ആളായിട്ട് പറ്റാത്ത ആളായിട്ട് മാറ്റുകയാണ്. നിങ്ങൾ അത് വിളിക്കേണ്ടവൻ കൈ ഉയർത്തിയ കർത്താവ് തുറക്കുകയെ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? വിളിക്കാൻ പറ്റിയ ആളില്ലാത്തതല്ലേ പ്രശ്നം. ഞാൻ നിങ്ങളുടെ ഉടമ്പടി വഴി ചെയ്യണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവതിരുസന്നിധിയിൽ കൈ ഉയർത്തി നിന്നാൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ പറ്റുന്ന വ്യക്തിയായിട്ടും ദൈവത്തിന് എഴുതിത്തള്ളാൻ പറ്റാത്ത വ്യക്തിയായിട്ടും നിങ്ങളെ ഉയർത്തിക്കാണ് ഉടമ്പടി ചെയ്യണത്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദൈവത്തിന് എഴുതി തള്ളാൻ പറ്റാത്ത ഒരാളായി കർത്താവേ എന്നെ ഉയർത്തണമേ, എന്നെ ഉയർത്തണമേ, എന്നെ വളർത്തണമേ കർത്താവേ. എന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലെ എന്റെ നിയോഗങ്ങളോടുള്ള സ്നേഹം മാറ്റി നിന്നോടുള്ള സ്നേഹമായി എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി ഒരിക്കലും നിങ്ങളുടെ സൈഡായിട്ട് ചെയ്യണ പോലെ ദൈവത്തിന് തോന്നരുത്. സൈഡായിട്ട് ഇപ്പം ചില അധ്യാപകരില്ലേ, അധ്യാപകർ സൈഡായപ്പോൾ എനിക്കറിയാവുന്ന അധ്യാപകനുണ്ടായിരുന്നു. അപ്പം അധ്യാപകൻ്റെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ 3 മണിയാകുമ്പോൾ അങ്ങേരുടെ രണ്ട് പീരീഡ് അങ്ങനെയൊക്കെ ഉള്ളത്. 2 പീരീഡ്, ഒന്ന് ഉച്ചക്ക് ഒന്ന് രാവിലെയുമാണ്. ഇപ്പോൾ പ്രിൻസിപ്പളിനെ ചാക്കിട്ടിട്ട് പുള്ളി 2 പീരീഡും രാവിലെ ആക്കി എടുക്കും. ഉച്ച കഴിഞ്ഞ് പുള്ളി ഫ്രീ ആകും. എന്നിട്ട് പുള്ളി ഉച്ച കഴിഞ്ഞ് ഒപ്പിടും. പിന്നെ എന്താ ചെയ്യണത്? പിന്നെ അമേരിക്കൻ പ്രോഡക്റ്റ്, ആംബയുടെ പ്രോഡക്റ്റ് വിൽക്കാൻ നടക്കി. ഗവൺമെൻറ് അദ്ദേഹത്തിന് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, നല്ല ശമ്പളമാണ് പ്രൊഫസർമാർക്ക്. അതിൻ്റെ ഇടയ്ക്ക് സാമ്പത്തിക ആക്രാന്തം മൂത്തിട്ട് ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ പൊടി ഇട്ടിട്ട് ആംബയെ സാധനം വിൽക്കാൻ നടക്കുകയാണ്. എന്ത് പറ്റി? വിൽക്കാൻ പറ്റും, ലാഭം കിട്ടും. നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ ലാഭം കിട്ടുമ്പോഴും നമുക്ക് ഈ ദൈവം ഉള്ളത് കാരണം ചില സ്ഥലത്ത് നമുക്കിതിൻ്റെ പ്രൊട്ടക്ഷൻ പോകും. അത് എപ്പോഴും നമ്മൾ ഇതായിരിക്കണം. ഒരു സ്ഥലത്ത് നമുക്ക് ലാഭം, ദൈവത്തെ മാറ്റിക്ക് നിർത്തിക്കൊണ്ട് ഒരു ലാഭം ഉണ്ടാക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ കാരണം നമുക്ക് നഷ്ടമുണ്ടാകാതിരുന്ന സ്ഥലത്ത് ദൈവം മാറിക്കഴിയുമ്പോൾ പണ്ടാര നഷ്ടത്തിൽ പോകുന്നത്, അങ്ങനെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ പോണത്. അപ്പോൾ ദൈവത്തെ, അതാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ എന്ത് ചെയ്യും? ദൈവത്തെ കൂട്ടി ചെയ്യാനാണ് നമ്മൾ ഉടമ്പടി എടുക്കണത്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞിരിക്കണത്? എന്നെ കൂടാ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം നമ്മൾ ഉടമ്പടി എന്താ ചെയ്യണത്? കർത്താവിനെ കൂട്ടിക്കൊണ്ട് എല്ലാം ചെയ്യാനാണ് നമ്മൾ ഉടമ്പടി ജീവിക്കണം. അപ്പം എന്ത് ചെയ്യണം? ഉടമ്പടി സൈഡാക്കരുത്. അപ്പോൾ ആ പ്രൊഫസർ എന്താ ചെയ്യണത്? കോളേജ് ജോലിയുടെയൊക്കെ സൈഡാക്കിയിട്ട് പിന്നെ ഇത് വിൽക്കാൻ നടക്കുക. അപ്പോൾ ആ സൈഡായി ഇതുപോലെ ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും വ്യാപൃതനായിട്ട് അതിനിടയ്ക്ക് ഒരു നീലത്തിൻ്റെയും പച്ചത്തിൻ്റെയും കത്തിച്ച് പ്രാർത്ഥിക്കും. പിന്നെ എല്ലാം പഴയതുപോലെ തന്നെ നിങ്ങൾ ജീവിക്കും. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലല്ല ശരിക്കും. നോപ്പടി എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ തിരുസന്നിധിയിലുള്ള എന്താണ് യോഗ്യത, നമുക്കൊരു ബാർഗെയിനിങ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാക്കാണ്. പക്ഷെ നമുക്ക് ദൈവത്തോടൊരു കമ്മ്യൂണിക്കേഷനുള്ള യോഗ്യതയുണ്ട്. ഈ യോഗ്യത നമ്മളാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ യോഗ്യത നേടിയെടുക്കണത്. അപ്പോൾ നിങ്ങൾ 1.5 കൊല്ലം ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഞാൻ പറഞ്ഞ കർത്താവ് ഈ വിഷയം ചെയ്യേണ്ട കാര്യമാണ്, എനിക്ക് ഉപദ്രവമില്ലെങ്കിൽ അത് ചെയ്തു തരും. അപ്പോൾ നമുക്ക് ഉത്കണ്ഠയില്ല. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്കണ്ഠയാണല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നത് നടന്നില്ലേ ദൈവത്തിനോട് ഇങ്ങനെ പിച്ചുമ്പയും പറഞ്ഞ് കുറേ അലവരാധികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തിരിക്കണതാണ്. ഇതിനൊന്നും ഉടമ്പടിയായിട്ട് കൃപാസനം കരുതാനില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഉടമ്പടി എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിന് മാത്രമാണ് പ്രാധാന്യം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ചേർത്തി ഒരു ഉടമ്പടി എടുത്ത് അവർ പക്ക ഉടമ്പടിയാണ്, ഫിസിക്കൽ ഉടമ്പടി എന്ന് പറയും ഞാൻ അതിന്. അല്ല സാങ്കല്പികമായിട്ടുള്ളൊരു ഉടമ്പടിയല്ല, ഫിസിക്കൽ ഉടമ്പടിയാണ്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ 2 കുഞ്ഞുങ്ങളുണ്ട്, 3 കുഞ്ഞുങ്ങളുണ്ട്, 4ാമത്തെ തന്നെ പ്രഗ്നൻ്റാണ്. അപ്പോൾ അത് പ്രഗ്നൻ്റ് ആകുമ്പോൾ അവരുടെ ഭർത്താവിന് നൈറ്റാണ്, 2 പേർക്കും ജോലിയുണ്ട്, ഭർത്താവിന് നൈറ്റാണ്. അപ്പോൾ ഇവർ തമ്മിൽ അത് കണ്ടുമുട്ടാനും സാധ്യതയില്ല. അപ്പോൾ ഭർത്താവ് വരുമ്പോൾ ഈ 3 കുഞ്ഞുങ്ങളെ നോക്കും. പക്ഷേ എന്നാലും ഇവർ ഗർഭിണിയാണെങ്കിൽ അവർ ജോലിക്ക് പോകും. പക്ഷേ ഒരു പ്രസവത്തിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് അവരുടെ പേരെന്നാ സുരേന്ദ്രൻ ഒരു വാട്ടർ ബ്രേക്ക് ഉണ്ടായി.
ഗർഭപാത്രത്തിൽ നിന്ന് വെള്ളം പോകാൻ തുടങ്ങി. അപ്പം അത് ഒരു ഉച്ചക്ക് പോകാൻ തുടങ്ങിയതാണ്. അപ്പോൾ നിനക്കറിയാവില്ല, അങ്ങനെ വന്നാൽ വെള്ളം പൊഴി കഴിഞ്ഞാൽ മിക്കവാറും കൊച്ചു മരിക്കും. പക്ഷേ ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ല. ഭർത്താവ് നൈറ്റിലാണ്, 3 കുഞ്ഞുങ്ങളേ ഉള്ളൂ. അവരവിടെ പോയി പുതിയ സെറ്റിൽമെൻറ്റ് അവിടെ ആ രാജ്യത്ത് ചെന്ന് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ വലിയ പരിചയങ്ങളൊന്നുമില്ല. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഇവൾ പറയും, അപ്പം ഉടമ്പടി കാശ് പറഞ്ഞ് വിശ്വാസപ്രമാണം, മാതാവേ ഭർത്താവിന് നൈറ്റാണ്, അയാൾ വരുമ്പോൾ രാത്രി 11 മണിയാവും. ഇപ്പോൾ ഉച്ചക്ക് തന്നെ ഇത് വെള്ളം പോകാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ശരീരമൊക്കെ വിറക്കണം. ചിലപ്പോൾ ഈ പുള്ളിക്ക് അബദ്ധം പറ്റും, അല്ലെങ്കിൽ കൊച്ചു മരിക്കും, എന്തെങ്കിലും സംഭവിക്കും. അപ്പം ഇന്ന് അങ്ങനെ സങ്കടം, ആരും ഇല്ലാത്തൊരവസ്ഥ നോക്കണമെന്ന് ചിന്തിച്ച് ഭയങ്കര സീരിയസ് വിഷയമാണത്. ഇവരുടെ ഉടമ്പടി ഫിസിക്കൽ ഉടമ്പടിയാണ്. ഫിസിക്കൽ ഉടമ്പടി ആയത് കാരണം ഇവർ ഉടമ്പടി തൈലമെടുത്ത് ഈ വെള്ളം പോകുന്ന പൊക്കിൻ്റെ താഴെ ഇവർ കുരിശിട്ട്, അപ്പോൾ ആ സമയത്ത് കുരിശിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഉടമ്പടി പ്രഖ്യാപിച്ചില്ലേ. അപ്പോൾ അവർക്ക് വേറെ ഒന്നും ചെയ്യാം, അവർ ഒറ്റയ്ക്ക് അവരുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്, അത്രേ ഉള്ളൂ. അവരുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്. ഭർത്താവുണ്ട്, ഇവിടെ ഇല്ല, വേറെ ആരും കൂടെ ഇല്ല. അപ്പോൾ അവരുണ്ട്, അവരുടെ അവസ്ഥയുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്. അവർ ഉടമ്പടി തൈലമെടുത്ത് ഊടിന് താഴെ ഒരു കുരിശിട്ട് കഴിഞ്ഞപ്പോൾ മാതാവ് ഒരു അക്ഷരം എഴുതി കാണിച്ച്, എവിലിൻ എന്ന്. അത്രയും ഫിസിക്കലാണ് ഈ വിഷയം, എവിലിൻ. അപ്പോഴോട് എവിലിൻ അമ്മ പറയണല്ല. അപ്പോൾ പറഞ്ഞു അവർ നൈജീരിയൻ നേഴ്സാണ്. അതാണ് നമ്മൾ മറന്നിരിക്കരുത്, പണ്ടെങ്കിലും പരിചയപ്പെട്ടതാ. അവൾ ആ പ്രമിസിൽ ആ രാജ്യത്ത് എവിടെയോ ഉണ്ട്. അപ്പം നിൻ്റെ ഈ അവസ്ഥ, ഈ 2-3 കുഞ്ഞുങ്ങളും പിന്നെ നീ ഇപ്പം പ്രഗ്നൻ്റ്, ഇപ്പം ഇതില്ലേ, ഈ അവസ്ഥ നിന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ആരുമില്ലെന്ന് പറഞ്ഞ് ഉടമ്പടി തൈലമെടുത്ത് വയറ്റി കുരിശിട്ട് കുരിശിട്ടപ്പോൾ എന്താ, നമ്മൾ ഉടമ്പടി നമ്മളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ അതാണ് വിഷയം. അപ്പോൾ തന്നെ ദൈവം സന്ദേശം കൊടുത്തു, എവിലിൻ എന്ന് പറഞ്ഞു. എവിലിൻ എന്ന് എഴുതി കാണിച്ചപ്പോൾ തന്നെ ആദ്യം ഓർത്ത് എവിലിൻ ആരാണ്, പിന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു നൈജീരിയൻ നേഴ്സാണ്, കാപ്പിരിയാണ്. പക്ഷെ അവൾ ഈ ഇവിടെ ഉണ്ട്. അപ്പോൾ അവളുടെ നമ്പർ നോക്കിയെടുത്ത് അവൾ വിളിച്ച്, എവിലിൻ എൻ്റെ അടുത്ത് വരാമെന്ന് പറ്റുമോ, നീ എവിടെയാണൊക്കെ ചോദിച്ചു. അപ്പോൾ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് കുറേ സമയം ഡ്രൈവ് ചെയ്തെടുക്കേണ്ടി വരും. പക്ഷേ എവിലും ഒരു ഡ്രൈവ് ചെയ്താണെങ്കിലും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ എവിലും പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം, ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവളുടെ സിറ്റുവേഷനിൽ നിന്ന് വന്ന് ഇവളുമായിട്ട് അടുപ്പമൊന്നുമില്ലേ, അതാണ് രസം. അല്ല ഇവർ കൂട്ടുകാരൊന്നുമല്ല, പരിചയമുള്ള ഒരു നേഴ്സാണ്, എവിടെ വെച്ച് പരിചയപ്പെട്ടൊരു നേഴ്സാണ്. പക്ഷെ ആ സമയത്ത് അമ്മ ഇവർക്ക് എഴുതി കാണിക്കുകയാണ്. പിന്നെ എന്നിട്ട് എവിലിന് വന്നിട്ട് എവിലിനോട് ഇങ്ങനെ ഇത്രയും അധികം ബന്ധമില്ലാതെ എൻ്റെ കുഞ്ഞിനെ നോക്കണം, ഞാൻ ആശുപത്രിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എവിലിന് ഇങ്ങോട്ട് പറയണേ, ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളാം, നിങ്ങൾ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പിട്ട് കിടത്തി. ഞാൻ അവിടെ വെച്ച് രാത്രിയായി. അപ്പോൾ ഹസ്ബൻഡിനെ വിളിക്കാൻ പറ്റത്തില്ല. അയാൾ പറയണതേ, അവരെ ഹസ്ബൻഡിനെ വിളിക്കുമ്പോൾ കഴിഞ്ഞാൽ പ്രശ്നം അയാൾ ടെൻഷൻ അടിക്കും, പിന്നെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമാകും. അപ്പോൾ ഇവർ നല്ലൊരു വൈഫാണ് അവർ ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ അവർ അല്ലാത്ത ചില പെണ്ണുങ്ങളാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ എവിടെ കിടക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട്, വിളിച്ച് അവനെ പ്രാന്തി പിടിപ്പിച്ച് അവൻ വണ്ടി കൊണ്ട് വേറെ എവിടെയെങ്കിലും ഇടിച്ച് അവനെ പരുവത്തിലാക്കും. ഇവർ നല്ല ഒരു വെടിപ്പുള്ള സ്ത്രീയാണ്. അവർ പറയും, ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ പരിഭ്രമിക്കും, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. വൈകുന്നേരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വാട്ടർ ബ്രേക്ക് ആയിപ്പോയി. അപ്പോൾ ആശുപത്രിയിൽ അപ്പം നീ എന്ത് പറഞ്ഞത്, എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ അവന് കാര്യം പറഞ്ഞു. പക്ഷേ എന്നാലും അവന് സമാധാനത്തെ വീട്ടിലെത്തിച്ചിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോയി. അന്ന് രാത്രി ആ കുഞ്ഞിനെ പ്രസവിച്ചു. പിറ്റേ ദിവസം അവരെ ഡിസ്ചാർജും ചെയ്തു. അപ്പോൾ ഒരു വിഷയത്തിനകത്ത് വരുന്നൊരു വിഷയം, അതായത് നമ്മൾ ഒരു ഉടമ്പടിയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ സെക്യൂറാണ്, ശരിക്കും സെക്യൂറാണ്. കാര്യം നമുക്ക് ഒരു മെമ്മറി പോലും ഇല്ലെന്നുണ്ടെങ്കിലും അമ്മ ഒരു മെമ്മറി നമുക്കില്ലെങ്കിലും അമ്മ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇടപെട്ടിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന ആ എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഉടമ്പടി ശരിക്കും എൻ്റെ മക്കൾ നിങ്ങളിപ്പോൾ കാണിക്കുന്നതിനേക്കാളും ഒരു പകുതിയിലേറെ ആത്മാർത്ഥത ഉടമ്പടി കാണിക്കണം. കാര്യം നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ജോലിക്കും വീടിനും കടം മാറാനുമാണ്. നമ്മൾ ഉടമ്പടി ചെയ്യണം അതിനല്ല. ഇതിനാണ് അമ്മ നമ്മുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളെ
ഉടമ്പടി ചെയ്യണത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മുടെ നേർച്ച വസ്തുക്കളെ കുറിച്ചാണ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഉടമ്പടിയുടെ മറ്റൊരു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്തത്, ആർക്കും ഇല്ലാത്തതാണ് നേർച്ച വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പം നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് മാതാവുമായിട്ട് ഡയറക്റ്റ് മാതാവ് പ്രവർത്തിക്കുന്ന മീഡിയമാണിത്. കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വന്നു. അപ്പോൾ അവർക്ക് ഒരു 3 നില വീടാണ് ഉള്ളത്. അപ്പം അതിൻ്റെ മുകളിൽ അത് ഇടയ്ക്ക് കിട്ടിയതാണ്. അവിടെ ഇംഗ്ലണ്ടിൽ വീട് കിട്ടാനൊന്നും നിർവാഹമില്ല. പക്ഷേ അമ്മ ഇവർക്ക് വീട് കൊടുത്തപ്പോൾ നല്ല വീട് തന്നെ കൊടുത്തു. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം. അതായത് ആർക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടും. എന്താ കാര്യം? വാഗ്ദാനമുണ്ടതാണ്. അതാണ് ഈ സിംഹക്കുട്ടികളെ ഇര കിട്ടാതെ പടപ്പാട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ച. 34 സങ്കീർത്തനം 10 തിരുവചനം. സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇവിടെ ഫിസിക്കൽ ഉടമ്പടി ആയത് കാരണം പക്ക ഉടമ്പടിയാണ്. അല്ലാതെ ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ എന്തോ കാര്യങ്ങൾ യാന്ത്രികമായി ചെയ്ത് കൂട്ടുന്നതല്ല, ഫിസിക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യും അവർ. അപ്പോൾ അവർക്ക് വീട് ഇംഗ്ലണ്ടിൽ ആർക്കും ഇല്ല എന്നുണ്ടെങ്കിലും അമ്മ അവർക്ക് 3 നിലയുള്ള വീട് കൊടുത്ത്, അപ്പം അതിൻ്റെ 3ാമത്തെ നിലയിരുന്ന് കുഞ്ഞിനെ ഇവിടെ പാല് കുടിക്കണം. അവൾ പാൽ കൊടുത്ത് കഴിയുമ്പോൾ 16 ദിവസമോ മറ്റേ കഴിഞ്ഞിട്ടുള്ളൂ പ്രസവിച്ചിട്ട്, പെട്ടെന്ന് ഇവരുടെ ശരീരം ഒന്ന് ഷിവറാകും. അപ്പോൾ അവർക്ക് ശ്വാസം കിട്ടാതെയാവും. ഇവർക്ക് സ്ട്രോക്കായിപ്പോയി. പിന്നെ കൈ തളർന്നു, കാല് തളർന്നു. പെട്ടെന്ന് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇവരിങ്ങനെ കൈയും കാലം തളർന്ന് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ അവർക്ക് തോന്നിയ ഇതിനേലെ വീണു ചിലപ്പം മരിച്ചു പോകും. അപ്പോൾ കുഞ്ഞുങ്ങളെ ആരെ ഏൽപ്പിക്കുന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് സീൻ മാറണം കണ്ടില്ലേ. ഈ സീൻ മാറുമ്പോഴൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഓരോ സീൻ മാറുമ്പോഴും വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ് സീൻ മാറ്റം. നമ്മുടെ ജീവിതത്തിലല്ല, മാതാവിൻ്റെ ജീവിതത്തിൽ ഈശോൻ്റെ ജീവിതത്തിലൊക്കെ സീൻ മാറുന്നുണ്ട്. സീൻ കോന്ത്രയാവും, നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പം ചില ആൾക്കാർ ദൈവത്തിനെ മറക്കും ഉടനെ. നമ്മൾ ഈ വലിയ ദൈവഭക്തർ യേശുവേ സ്തോത്രം ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് നടക്കത്തില്ലേ. പക്ഷേ സീൻ മാറിക്കഴിയുമ്പോൾ ഇവന്മാർ ഈ ഹല്ലേലൂയൊക്കെ മറന്നു പോകും, യേശുവേ സ്തോത്രമൊക്കെ മറന്നു പോകും. പിന്നെ മൈൻഡ് സെറ്റ് തന്നെ പോകും. എന്ത് ദൈവം, ഏത് ദൈവം ഉടമ്പടി ഉണ്ടായിട്ട് ദൈവം എനിക്കിങ്ങനെ സംഭവിച്ചല്ല എന്നൊക്കെ പറഞ്ഞ് ഓപ്പോസിറ്റ്. ദൈവം അത് ഉദ്ദേശിക്കുന്നുണ്ട്. കള്ള ഉടമ്പടിക്കാരെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഉടമ്പടി കള്ള ഉടമ്പടിയാണ് നിങ്ങൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. അത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉടമ്പടി കള്ള ഉടമ്പടിയാണെന്ന് നിങ്ങൾക്കറിയാം, കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം, ദൈവത്തിനറിയാം. നിങ്ങൾ ഉടമ്പടിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ്. കാര്യം ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി വന്ന് എന്തോ ചെയ്ത് കൂട്ടിയിരിക്കണമല്ലേ. അതിനകത്തൊന്നും വർക്കൗട്ട് ചെയ്യണില്ല. ആ അഹങ്കാരം ഇപ്പോഴും ഉണ്ട്, ആ കുശുമ്പ് ഇപ്പോഴും ഉണ്ട്, പൗശന്യം ഇപ്പോഴും ഉണ്ട്, വെള്ളവാടി ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ കലാപരിപാടി എല്ലാം ഉണ്ടല്ലോ കയ്യിൽ.
അപ്പോൾ ഇത് കള്ള ഉടമ്പടിയാണ് ഈ സംഭവം. ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചല്ല. നിങ്ങൾക്കറിയാമല്ല, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താ വെച്ചാൽ ഒരു 50,000 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ 25,000 പേര് ഉടമ്പടി ക്യാൻസൽഡാണ്. കള്ള ഉടമ്പടിക്കാരെല്ലാം ചെയ്യും, ക്യാൻസൽ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. എന്താ കാര്യം? അവർക്കിതുപോലെ ഹെവി ലോഡ് കൊടുക്കും. ഹെവി ലോഡ് കൊടുക്കുമ്പോൾ അവർ തന്നെ പറയും, അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതും പത്രം മേടിച്ചതും ആലപ്പുഴ പോയതും വണ്ടി ഇടി മേടിച്ചതും ഒക്കെ വെറുതെ ആയില്ല എന്ന് പറയാം. നിങ്ങൾ പറയണം. അങ്ങനെ ദൈവത്തോട് പറയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി 10,000 രൂപ തരാം, നിങ്ങളത് പറഞ്ഞ് കിട്ടിയാൽ മതി. എന്താണ്? അപ്പം തന്നെ സ്റ്റാൻഡ് ക്യാൻസൽഡ്. അപ്പം തന്നെ സാധനം നിങ്ങളുടെ കാര്യം. പിന്നെ നിങ്ങളൊക്കെ ചുവന്നുണ്ടാക്കേണ്ട കാര്യം ദൈവത്തിനില്ല. കള്ളവടമ്പടിക്കാർ ചുവന്നുണ്ടാക്കേണ്ട കാര്യം ദൈവത്തിനില്ല. അതുകൊണ്ട് നിങ്ങളങ്ങനെ പറഞ്ഞ് കിട്ടിയാൽ മതി. ഈ സ്ത്രീ പറയത്തില്ല. മുഖവും കോടി പകുതി മരവിച്ച് മരണത്തിനെ കാത്തു കിടക്കുമ്പോൾ അവൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ ഒന്ന് എന്നോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. അതാണ് സംഭവം. അപ്പോഴവൾ ഉടമ്പടിയിൽ നിന്ന് മാറാൻ തയ്യാറല്ല. മാതാവ് ഇങ്ങനെയുള്ള സമയത്ത് വരുമെന്ന് എനിക്കറിയാം, നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി കയറി വന്നു. നല്ല പ്രഭവമുള്ള ചേച്ചി കയറി വന്നു. ഇവരോട് പറഞ്ഞ്, നീ മാതാവിൽ വിശ്വസിക്കുന്ന ആളല്ലേ? അപ്പോൾ ഇവള് പറയും, അതെ. വിശ്വാസം ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നതെന്ന് ഞാൻ സ്ഥലപ്പെടുത്താൻ പോയി നമ്മൾ ചോദിക്കത്തില്ലേ? നിങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുവോ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അങ്ങനെ വിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ഈ ലേഡി വന്നു ചോദിക്കും, നിങ്ങൾ മാതാവിനെ വിശ്വസിക്കുന്ന സ്ത്രീ അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞു, അതെ. അപ്പോൾ വിശ്വാസം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞോടാ. അത് കഴിഞ്ഞപ്പോൾ തന്നെ കൈ അനങ്ങാൻ തുടങ്ങി. പിന്നെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറെ ഒരു സ്ത്രീ വന്നുവെച്ചും ഇവിടെ വാ പൊളിക്കാൻ പറഞ്ഞു. വാ പൊളിച്ച് കഴിഞ്ഞും ഉടമ്പടി ഉപ്പെടുത്തിട്ട് 2 തരി ഇവിടെ വായിലിട്ട് അവർ പോയി. കുറച്ചപ്പോൾ കാലനങ്ങാൻ തുടങ്ങി. അത് സാക്ഷ്യം കേൾക്കാൻ നല്ല രസമാണ്. അതായത് ഇവരുടെ ഉടമ്പടിയുടെ അപ്ഗ്രേഡ് ചെയ്യണവരാ. ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നവരെ അപ്ഗ്രേഡ് ചെയ്യും, പക്ഷേ ടെസ്റ്റ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യത്തുള്ളൂ. വെറുതെ ഇരുന്ന് മൂക്കണ പരിപാടിയൊന്നുമില്ല. ദൈവം ടെസ്റ്റ് ചെയ്ത പാർട്ടിയാണെങ്കിൽ ഭയങ്കര പണ്ടാര ആത്മവിശ്വാസമായിരിക്കും. ഞാൻ കർത്താവ് എന്നെ ടെസ്റ്റ് ചെയ്തതാണ്, ടെസ്റ്റിൽ ഞാൻ വിജയിച്ചതാണ്. അപ്പോൾ അപ്പോൾ നമ്മുടെ വിശ്വാസ ലെവൽ കൂടുവാനാണ്. വീട്ടിൽ നമ്മുടെ ഉടമ്പടി താരം ഇരിപ്പുണ്ട്. നിനക്കിപ്പോൾ ഇവിടെ വരാൻ പറ്റും, 3 കുഞ്ഞുങ്ങൾ നോക്കണ്ടേ? അപ്പോൾ നീ ഇങ്ങോട്ട് വരണ്ട. നീ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ആ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ കുറേ സ്ഥലങ്ങളിൽ മരവിച്ചിട്ടുണ്ട്. ഇവിടെ അരക്കെട്ട് കുറേ സ്ഥലങ്ങളിൽ ഇപ്പോഴും മരവിപ്പുണ്ട്. അവിടെയില്ല, നീ ഉടമ്പടി തൈലം നിൻ്റെ അരയെ തേക്കാൻ പറയും. അതാണ് ഫിസിക്കൽ ഉടമ്പടി എന്ന് പറയണത്. ഇതൊക്കെ ജോസഫച്ചൻ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ കൗൺസിൽ ചെയ്തിട്ടാണ് ആ പറയണത്. അല്ലൊന്നുമല്ല, മാതാവ് തന്നെ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ മാതാവ് തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും എന്തൊക്കെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കും. ഉറമ്പടി തേയില എടുത്തിട്ട് അവൾക്ക് ആശുപത്രി കിടക്കണം, അവൾക്ക് മരയിപ്പുള്ള സ്ഥലങ്ങളെല്ലാം തേച്ച് ആ സമയത്ത് ആ സെക്കൻഡിലെല്ലാം ആ മരയിപ്പെല്ലാം മാറി എന്നിട്ട് ആളെ ഇങ്ങനെ പെട്ടെന്നാകൂടെ ഈ മരണത്തിൽ നിന്ന് ഇങ്ങനെ മാതാവ് ഇയാളെ വലിച്ചൂരിക്കൊണ്ട് പോരണുണ്ട് കഴിച്ച. അപ്പം അതിനു വേണ്ടി ഇന്നലെ മെനയെന്ന് യൂറോപ്പിൽ നിന്ന് ഇന്നലെ വന്ന് സാക്ഷ്യം പറഞ്ഞ പോലെ അവരിതിനു വേണ്ടി വരികയാണ്. ഇങ്ങനെ മാതാവിൻ്റെ ഒരു 10,000 മനുഷ്യ ലോകം മുഴുവൻ കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കാർക്കശം ശാഠ്യവും കാണിക്കുന്ന കാര്യം, നിങ്ങൾ ഈ സെക്കൻഡ് ഉടമ്പടിയിലോട്ട് വരണം. സെക്കൻഡ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവത്താൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ആ ടെസ്റ്റിൽ ജയിച്ച ആളായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിട്ട് എടുക്കും. കാര്യം ഇപ്പം നമ്മൾ ഒരാളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണില്ല. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് അതാണല്ല. മറ്റുള്ളവർ എങ്ങനെയെങ്കിലും ഇപ്പം നിങ്ങളുടെ നാട്ടിലൊരു കള്ളുകുടിയനാ തോന്നിയവാസിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ പല മോശം കണ്ടീഷനിൽ ജീവിക്കുന്ന ആളുണ്ട്. അവൾക്ക് ദൈവമില്ല, പ്രാർത്ഥനയില്ല, അശുദ്ധമായ ജീവിതമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആളാണ്. അപ്പോൾ അവളെ വണ്ടിയാ സൈക്കിളായി ഇടിക്കുമ്പോൾ നിങ്ങൾ പറയും അവളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, അങ്ങനെ തന്നെ വേണമെന്ന് പറയും. ഉടമ്പടിക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലല്ലെന്നർത്ഥം. നിങ്ങൾക്ക് ആ ദൈവത്തെ പ്രതി അങ്ങനെയുള്ളവരെ കാണുമ്പോൾ സങ്കടം വരണം. കർത്താവേ, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷെ അവൾ എപ്പോഴായാലും കർത്താവിനെ തിരിച്ചറിയണം. ഞാൻ എൻ്റെ പങ്കപ്പാട് പ്രവർത്തനങ്ങളെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും എല്ലാം ആ മോൾക്ക് വേണ്ടി സമർപ്പിക്കണേ. അതാണ് വഴിയെന്ന് പറയണത്. അല്ല അവളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്നല്ല പറയേണ്ടത്. അപ്പം നിങ്ങൾ ജഡീയ സന്തതിയായി, നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെയായി.
ആരുടെയും തകർച്ചയിൽ നിങ്ങൾ ആനന്ദിക്കരുത്. ആരുടെയും തകർച്ചയിൽ. കാര്യം ആനന്ദിക്കുമ്പോൾ വരുമ്പോൾ നിങ്ങളുടെ ജഡിക മനുഷ്യരായി മാറും. അതായത് അപ്പം ആരുടെയും തകർച്ചയിൽ നിങ്ങൾ ആനന്ദിക്കരുത്. ആനന്ദിക്കണത് നിങ്ങൾ ആനന്ദിക്കാതെ അവർക്ക് ദൈവകൃപ കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രേക്ഷിതപ്രവർത്തനം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെന്താ സംഭവിക്കണം? നിങ്ങൾ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ ഒരു കംപ്ലീറ്റ് പാർട്ട്ണറായിട്ട് മാറുകയാണ്. ദൈവത്തിന് പറ്റിയ ഒരു പങ്കാളിയായിട്ട് മാറുകയാണ്. ഉടമ്പടി ലക്ഷ്യം എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം അവിടെ സ്ഥലം മേടിക്കാനാണ്, മകൾക്ക് ജോലി കിട്ടാനാണെന്നല്ല പറയേണ്ടത്. ഈ മകൾക്ക് ജോലി കിട്ടാനാണ്, അവളുടെ വിസ തീരാൻ പോവുകയാണ്, അത് കിട്ടാനാണെന്ന് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ദൈവത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണത്. കാര്യം അതിനുശേഷം നിങ്ങൾ ദൈവത്തെ ഇട്ട് മകൾക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ അവിടെ വിസ പൊതു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് ഇട്ടിട്ട് പോകുമെന്ന് ദൈവത്തിന് അറിയാം. അപ്പം ജഡിക സന്താനമാണ്. അപ്പം നിങ്ങളെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ദൈവം എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചാൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനാണ്. ഭൂമിയിൽ തന്നെ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനാണ്. ഭൂമിയിൽ തന്നെ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനാണ്. അത് ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം രാവിലെ 5:30 എഴുന്നേറ്റ് നമ്മൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലി, അതിനുശേഷം കുർബാന പള്ളി അടുത്താണെങ്കിൽ കുർബാനയൊക്കെ പോയി, അതിനുശേഷം നമ്മൾ തിരിച്ചു വന്ന് ഓഫീസിൽ പോയി അല്ലെങ്കിൽ ജോലിക്ക് പോയി അവിടെ 10 ഉടമ്പടി സാക്ഷ്യങ്ങൾ അവരോട് പറഞ്ഞു. ചില ആൾക്കാരുണ്ട് തൊഴിലുറപ്പിന് പോയാലും ഉടമ്പടിയെക്കുറിച്ച് പറയത്തില്ല, നാട്ടുകാർ കളിയാക്കുമെന്ന് പറയും, എന്നിട്ട് അമുക്കി പിടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമുക്കൊരു വരുമ്പോൾ ദൈവമേ എൻ്റെ അമ്മ കമ്പോയിട്ട് കാണുന്നില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും കാണത്തില്ല, പുറ്റാകാൻ പറയും. അതെന്താ കാര്യം? ഇവരുടെ കാര്യത്തിന് മാത്രം തിരിവുകയാണ്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ എവിടെ ചെന്നാലും മാതാവിനെക്കുറിച്ച് പറയണം. ഇപ്പോൾ പിള്ളേരെ കണ്ടിട്ടില്ല, അടിപൊളി പിള്ളേരെ പുതിയ തലമുറ ഒന്നുമില്ല, അവർ സ്വന്തമായിട്ട് കൃപാസനം മാതാവിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തി അതിനകത്ത് തന്നെ ഇരിക്കണം തോന്നുന്നു, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇരിക്കുകയാണ്. ഉടമ്പടി സംശയങ്ങൾ നിങ്ങൾ പറയൂ, ഞാൻ പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് അങ്ങനെ എത്ര ചാനലാണെന്നറിയാമോ കുഞ്ഞുങ്ങളുണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ബുദ്ധി അനുസരിച്ച് പുതിയ ആൾക്കാരെല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം പ്രചരിപ്പിക്കുന്നുണ്ട് എല്ലാ തലമുറകളിലേക്കും. അപ്പോൾ മുതിർന്നവരും അതുപോലെ ചെയ്യണം. അവർ സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ എത്രയോ പേരാണ് ഈ അച്ഛൻ്റെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇടുന്നതനുസരിച്ച് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കർത്താവിൻ്റെ ജോലിയോട് നമ്മൾ കൂടി അതിൻ്റെ അകത്ത് പങ്കാളിത്തമാകുകയും. അത് നമ്മളെപ്പോഴും ഇടയ്ക്ക് കമ്പ്യൂട്ടർ നോക്കിയിട്ട് ജോലി വന്ന, മെമ്മോ വന്ന, ഓഫർ ലെറ്റർ വന്ന, വിസ വന്ന, അങ്ങനെയല്ല. അത് കർത്താവിൻ്റെ കാര്യമാണ്. നമ്മൾ ചെയ്യണത് എന്താ? നമ്മൾ ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരം നല്ല ഒരു സ്യൂട്ടബിൾ പാർട്ട്ണറായിട്ട് മാറാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തൽക്കാലത്തേക്കുള്ള ഇടക്കാല പരിപാടിയല്ലെന്ന് പറയണം മാതാവിനോട്. നിങ്ങളെ പലർക്കും പറ്റിക്കണ ഇടക്കാലാശ്വാസമാണല്ലോ ഉടമ്പടി. ഞാൻ നിങ്ങൾക്ക് 90 ദിവസം പറഞ്ഞിരിക്കണത് നിങ്ങളൊന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഉടമ്പടി സത്യസന്ധയോടെ ദൈവം അംഗീകരിക്കണം. എന്താണ്? ദൈവത്തിൻ്റെ കൂടെ മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കണം. അല്ലാതെ ഇത് ഇപ്പം നമ്മൾ നല്ല പിള്ള ചമഞ്ഞ് ഒരു സ്റ്റോപ്പ് ഇവൻ്റെയൊക്കെ നടത്തിയതിന് ശേഷം പിന്നീട് നിങ്ങളുടെ കാര്യമെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ പഴയ പറിച്ചാമുണ്ടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് കാണിച്ചതെല്ലാം കാപ്പട്ടിയായിട്ട് വരത്തില്ലേ? മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ കുറച്ച് നല്ല വെള്ളം ചമഞ്ഞ് നല്ല വെടിപ്പും മെനുവായിട്ടൊക്കെ നടന്നിട്ട് ഉടമ്പടിക്കാലത്ത് കുറച്ച് വർക്കൊക്കെ ചെയ്ത് ഇനി നിങ്ങളുടെ കാര്യം നേടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കാലത്ത് പിന്നെ പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ ജീവിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം കാപട്യമായിട്ട് വരിക മാത്രമല്ല, പിന്നെ നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങളുടെ നിഴലെപ്പോലും ദൈവം വിശ്വസിക്കത്തില്ല. അതാണ് വിഷയം വേറെ വന്നിരിക്കണത്. ചേട്ടത്തിമാരൊക്കെ പെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പറയുക, ഇവർക്ക് ഈ ബോധയിലല്ല. വന്നിടിച്ചതല്ലേ കയറി പറമ്പ് വിൽക്കണം, അത് ചെയ്യണം, ഇതെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കും. ഉടമ്പടി കാര്യം കഴിയുമ്പോൾ ഇവർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പോലും മറന്നു പോകും, പിന്നെ ഒന്നും ചെയ്യത്തുമില്ല. അതോടുകൂടി എന്ത് ചെയ്യും? ദൈവത്തിന് നിങ്ങളുടെ നിഴലെപ്പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? നിങ്ങൾ വയറ്റിപ്പഴുപ്പിന് വേണ്ടി കർത്താവിനെ ദുർവിനിയോഗിക്കുന്ന പാർട്ടിയാണെന്ന് കണ്ടാൽ ഈ മരണം വരെ പിന്നെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഉടമ്പടി ചൈതന്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവർ കുമ്പസാരിച്ചു അനുതാപപ്പെട്ടും തിരിച്ചു വരണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കൾ, ഞാനിപ്പോൾ എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് സാധാരണ ഒരു സ്ഥലത്തും കിട്ടാത്ത സാക്ഷ്യങ്ങളാണ് ഈ പറയണതല്ല. അത് പച്ചയായ മനുഷ്യർ, ഇന്നലെ വരെ ദൈവമായിട്ട് ബന്ധമില്ലാഞ്ഞ ആൾക്കാരാണ് പെട്ടെന്ന് കയറി അതിൻ്റെ അകത്തൊരു ആത്മാർത്ഥത കാണിക്കുമ്പോൾ ദൈവം അവിടെ കൂടെ സഞ്ചരിക്കുകയും. അതുകൊണ്ട് സാക്ഷ്യമുള്ള ആൾക്കാർ പറയാതിരിക്കരുത്. കാര്യം 10,000-കണക്കിന് മനുഷ്യർ കർത്താവിനെ അറിയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ദൈവം സാക്ഷ്യം തന്നിരിക്കണത്. അപ്പോൾ സാക്ഷ്യമുള്ളവരെല്ലാം വന്നിവിടെ റിപ്പോർട്ട് ചെയ്യണം. സാക്ഷ്യം വന്ന് എല്ലാം റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പറയണം, സന്തോഷത്തോടെ പറയണം, നല്ല വെടിപ്പും വിനയമായിട്ട് പറയണം, പ്രാർത്ഥിച്ച് പറയണം. സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ നിങ്ങളൊന്ന് ഒരുങ്ങണം. കർത്താവേ, എൻ്റെ ഈ സാക്ഷ്യം കൊണ്ട് അനേകം മക്കൾ നിന്നെ അറിയാനും അതുപോലെ തന്നെ ഞാനൊരു സുവിശേഷമാകാനും നിലനിൽപ്പിൻ്റെ വരം എനിക്ക് നൽകണമേ. അപ്പം ദൈവത്തിൻ്റെ ആളായിട്ട് മാറുകയാണ്. അപ്പം അതുകൊണ്ട് സാക്ഷ്യം പറയാതിരുന്നാൽ നഷ്ടപ്പെടുന്ന ദൈവത്തിനാണ്. അപ്പം നിങ്ങൾക്കിനി നാളെ ഒരു വിഷയം വന്നാൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾക്ക് തന്നത് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. സാക്ഷ്യപ്പെടുത്താത്തതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെട്ടിട്ടില്ല. സാക്ഷ്യപ്പെടുത്താത്തതുകൊണ്ട് മറ്റുള്ളവർ അതേ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അപ്പം മറ്റുള്ളവരുടെ അധോഗതിക്ക് കാരണം നിങ്ങളുടെ അഹങ്കാരമാണ്. സാക്ഷ്യപ്പെടുത്താത്ത ആൾക്കാരുടെ മെയിൻ കാര്യം എന്താണ്? അഹങ്കാരമാണ്, വേറെ ഒന്നുമില്ല. സാക്ഷ്യപ്പെടുത്താത്തതിൻ്റെ മെയിൻ കാരണം എന്താണ്? പക്ക അഹങ്കാരമാണ്. അഹങ്കാരികൾക്ക് എന്താ സംഭവിക്കുന്നത്? അഹങ്കാരികളെ ചിതറിക്കും, വിനയാന്യതരെ ഉയർത്തും, കൃപ ബ്ലോക്ക് ചെയ്യും. എന്താ കാര്യം? ദൈവം യാക്കോബിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എടുത്തേ, ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. അതാണ് വിഷയം. അഹങ്കാരിക്കപ്പോൾ കിട്ടത്തില്ല, അനുഗ്രഹം പോലും കിട്ടത്തില്ല. അതുകൊണ്ട് എത്രയും വേഗം സാക്ഷ്യ കുടിശ്ശിക ഉള്ളവരും പറയാത്തവരും പറഞ്ഞ് പതുക്കി വയ്ക്കുന്നവരും ഈ ആഴ്ച തന്നെ വന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യാക്കോബ് 4:6. യാക്കോബ് 4:6. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം ദൈവത്തിൻ്റെ ശക്തിയാണത്. അപ്പം നിങ്ങൾ അനുഗ്രഹം കിട്ടിയ കാര്യമാണ് ഈ വന്ന് പറയണത്. അപ്പം സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടണത്? കൃപയാണ് കിട്ടണത്. അപ്പം അനുഗ്രഹത്തിൻ്റെതാണ് നിങ്ങൾ സാക്ഷ്യം പറയണത്. നിങ്ങൾക്ക് ഈ സാക്ഷ്യപേടകത്തിൽ നിന്ന് എന്താ സാക്ഷ്യത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ എന്താ കിട്ടണത്? ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ പവർ. അപ്പം ശക്തി കിട്ടിയാണ് ആ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ആൾക്കാർ തിരിച്ചു പോണത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യം പറയാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താടണമില്ല
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. മഴ പോലെ
കൈകൾ കൂപ്പി കർത്താവിൻ്റെ മുഖത്ത് തന്നെ കണ്ണുകൾ ഉറപ്പിച്ച് നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. സമാപനാശീർവാദത്തിലേക്ക് കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ ഇവിടെ തീർത്ഥാടനത്തിലും ഓൺലൈനിലുമുള്ള എല്ലാ മക്കളും കർത്താവ് നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാർന്ന അത്ഭുതകരം ഓരോ മക്കളുടെ ശിരസ് വെക്കണമേ. മാനസിക രോഗികളെ പരിപാലിക്കുന്നവർ, മാനസിക രോഗികളുടെ കുടുംബങ്ങളുള്ളവർ, ഓട്ടിസം രോഗികൾ, ഹൈപ്പർ ആക്ടിവിറ്റി രോഗികൾ, ആ കുഞ്ഞുങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ, അവരുടെ സങ്കടങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ദൈവപിതാവേ, നന്ദി ദൈവപിതാവേ, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ, പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പല പരീക്ഷ എഴുതിയിട്ടും ജോലി കിട്ടാത്തവരെ, കർത്താവേ 42 വയസ്സ് ആയിട്ടൊക്കെ ലാസ്റ്റ് ടീച്ചേഴ്സ് ടെസ്റ്റ് എഴുതിയിട്ടുള്ളവരെ, ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവരെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ വിസ റിജക്റ്റ് ചെയ്യപ്പെട്ടവരെ, വിസ പ്രോസസ്സിലിരിക്കുന്നവരെ, അവരെല്ലാം കർത്താവേ അവരുടെ യോഗ്യത കൊണ്ടല്ല കർത്താവേ, ഉടമ്പടി വഴി അങ്ങനെ കരുണ കൊണ്ട് അവിടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. കർത്താവേ ഭവനരഹിതര്, കർത്താവേ ലോൺ കൂടി, പലിശ കൂടി, സാമ്പത്തിക ബാധ്യതയിലും ജപ്തി നടപടിയിലും ലേലത്തിലും ഒക്കെ പോയിരിക്കുന്നവർ, കർത്താവേ ഇപ്പോഴ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അവിടെ കണ്ണുനീര് കാനായിലെ കല്യാണ കുടുംബത്തിലേക്ക് എന്നതുപോലെ കർത്താവേ നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കണം. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ ജീവിത ദുരിതങ്ങൾ, ജീവിത ക്ലേശങ്ങൾ, ജീവിത ഭാരങ്ങൾ കർത്താവ് അനുഭവിക്കുന്നവരെ യേശു നാമത്തിൽ ആശ്വാസം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്നു. ചെറിയ തൊഴിലുകൾ, ഏജൻസി ജോലികൾ, അതുപോലെ തന്നെ ഇൻഷുറൻസ് ജോലികൾ, അതുപോലെ കടകമ്പോളങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരെ, ഓരോരോ കാർഷിക മത്സ്യബന്ധന അനുബന്ധ ജോലികൾ ചെയ്യുന്നവർ, അവർക്കുണ്ടാകുന്ന ജീവിത ക്ലേശങ്ങൾ, അവർ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾ, അതാവേ ഈ നിമിഷം അവിടെ കുടുംബങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് ആരോ കർത്താവേ അവിടെ വിഷയത്തിൻ്റെ മേൽ ആശ്വാസം പ്രാപിക്കാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ. കർത്താവേ ഡൈവേഴ്സിലേക്ക് പോകുന്ന ഭാര്യ ഭർത്തക്കന്മാരെ
കർത്താവെ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിൽ ഏതെങ്കിലും ഒരു പങ്കാളി ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവളുടെ കണ്ണുനീര് പ്രകാരം തിന്മയുടെ ശക്തി അവളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുകയും ഐക്യപ്പെട്ടു വരാൻ മാതാവിന്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് നാട്ടിലെ PSC പരീക്ഷ എഴുതിയിട്ടുള്ളവരെ, കർത്താവ് നാട്ടിലെ ബാങ്ക് കടത്തിലിരിക്കുന്നവരെ, കർത്താവ് വീട് വിൽക്കാനുള്ളവരെ, വീട് വെക്കാനുള്ള ലോൺ കിട്ടാൻ പാസ്സാകാതിരിക്കുന്നവരെ, സ്ഥലം തരംമാറ്റി കിട്ടാത്തവരെ, സ്ഥലമില്ലാത്തവരെ, കർത്താവ് വെള്ളം പോലും കൃത്യമായിട്ടില്ലാത്തവർ, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ, ദൈവമേ വാഹനമില്ലാത്തവരെ, വാഹനമില്ലാതെ ജോലി ചെയ്യാൻ പറ്റാത്തവരെ, അവരുടെ ഭൗതിക വേദനകളും വിഷമതകളും പരിശുദ്ധമ്മ കൃപാസ്ഥാനത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദേവമാതാവിന്റെ മധ്യസ്ഥതയിലെ ആരാധന ദിവ്യഗാനം സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഉള്ളവരെ 22-ാം തീയതി മുതൽ ഒരാഴ്ചയ്ക്ക് അച്ഛനിവിടെ ഇല്ല. പക്ഷെ അച്ഛനിവിടെ ഇല്ല എന്ന് പറഞ്ഞ ഒരു പ്രശ്നവുമില്ല. ഞാൻ സ്കോട്ട്ലൻഡിലും ലണ്ടനിലും 3 ദിവസത്തെ ധ്യാനം എടുത്തിട്ടുണ്ട്. അതിന് ഉടനെ ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചെത്തും. അപ്പോൾ സെപ്റ്റംബർ ആദ്യ വാരത്തിൽ ആദ്യം 1-ാം തീയതി മുതൽ അച്ഛനിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ഛനെ ഒരു ദിവസം 100 പേരെ അച്ഛനെ കാണുന്നുള്ളൂ. അപ്പോൾ ആ 100 പേര് അച്ഛനെ മാത്രം കാണാൻ ഉദ്ദേശിച്ച് വന്നവർക്ക് മാത്രം വരാതിരുന്നാൽ മതി. മാതാവ് ഉടമ്പടിയും അത് സാക്ഷ്യം പറച്ചിലും കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ അതിൻ്റെ കൃപയോടുകൂടി അച്ഛനില്ലെങ്കിൽ ശക്തമായ രീതി ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഒരാഴ്ച ധ്യാനത്തിലായിരുന്നു വൈദികരുടെ. എന്നിട്ട് ഇവിടെ കൃപാസനം ഒരു കുഴപ്പമില്ല, സുന്ദരമായ രീതിയിൽ റൺ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ പേരിൽ അച്ഛനെ വിഗ്രഹമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അമ്മയെടുത്ത് വരിക, അതുപോലെ അതിനനുസരിച്ച് ഉടമ്പടി ജീവിതം കണ്ട് പുതുക്കിയെടുക്കുക, പുതിയ ഉടമ്പടി എടുക്കാനുള്ളവർ എടുക്കുക. അതിനൊന്നും അച്ഛൻ്റെ ആവശ്യമില്ല. നിങ്ങളത് കറക്റ്റ് കൈകാര്യം ചെയ്യുക. മൗനമായി പ്രാർത്ഥിക്കുക. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ എടുത്ത് പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.